നമസ്കാരം. മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. വിഷയം ചർച്ച ചെയ്ത യോഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥി KM അഷ്റഫ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. SDPI ജില്ലാ കൌൺസിലിൽ നിന്ന് KM അഷ്റഫ് രാജിവെക്കും. മത്സരിക്കാൻ പറഞ്ഞതും പിൻവലിക്കാൻ പറഞ്ഞതും സംസ്ഥാന നേതൃത്വമെന്ന് KM അഷ്റഫ് പറഞ്ഞു. എന്റെ എല്ലാ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുന്നു. ബാക്കി കാരണം നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും. അങ്ങനെ മഞ്ചേശ്വരത്തെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് SDPI ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥി അവിടെ നിന്നുകൊണ്ട് 1000-ഓ 2000-ഓ ഒക്കെ വോട്ട് പിടിച്ചാൽ അത് K. സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ചെന്ന് കലാശിക്കും എന്ന് കോൺഗ്രസും ലീഗും ഒക്കെ നിരന്തരം ആകുലപ്പെട്ട് അവരെ വിളിച്ച് കാലു പിടിച്ചതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. അതിനൊരു ഓമന പേരൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, മാധ്യമങ്ങളും പറയുന്നുണ്ട്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കുന്നു. ഏതാ ഈ മതേതര വോട്ടുകൾ? SDPI നിന്നാൽ തീർച്ചയായിട്ടും ബോധമുള്ള ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും അവർക്ക് വോട്ട് ചെയ്യത്തില്ല. പിന്നെ ആരായിരിക്കും വോട്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലുള്ള സോ കോൾഡ് മുസ്ലിങ്ങൾ അവരായിരിക്കും അവർക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടായിരിക്കും കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുക. ആ വോട്ടാണ് ഇവർ മതേതര വോട്ട് എന്ന് ബ്രാക്കറ്റിൽ പെടുത്തിയിരിക്കുന്നത്. ആ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ മത്സരിക്കരുത് എന്ന് മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയുമൊക്കെ അവരുടെ കാല് പിടിച്ചതിന് ശേഷം അവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. നിങ്ങൾ ഇതേ സ്ഥാനത്ത് BJPയുടെ നേതാക്കൾ അല്ലെങ്കിൽ BJP പറയുകയാണ്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാൻ വേണ്ടി മതേതര വോട്ടുകളെല്ലാം ഒന്നിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഹിന്ദുക്കളെ ലക്ഷ്യമാക്കി അങ്ങനെ ഒരു വാചകം അവർ പറഞ്ഞിരുന്നെങ്കിലോ, ഇവിടെ എത്ര ദിവസം നമ്മുടെ മാപ്രകൾ അത് വെച്ച് ചർച്ച ചെയ്തേനെ. അതാ BJP വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തേനെ. പക്ഷേ ഇവിടെ അവർക്കത് ബാധകമല്ല. ഇനി ഇതെല്ലാം പോട്ടെ, ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. SDPI എന്താണ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്? അവരുടെ മാതൃസംഘടനയൊക്കെ ആയ PFI ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ അതിനെ നിരോധിച്ചിരിക്കുകയാണ്. അവർ പരസ്യമായിട്ട് ഇവിടെ റാലി നടത്തിയിട്ടുണ്ട്. ആ റാലിയിൽ അവരുടെ ഫേസ്ബുക്ക് പേജിലും അല്ലാതെ തന്നെ അവർ ആ റാലി നടത്തുമ്പോൾ ജീപ്പിലും ഒക്കെ വെച്ച് അതും പോസ്റ്ററും മറ്റുമൊക്കെ അവർ വെച്ചിരുന്നൊരു ഒരു വർഷമുണ്ടായിരുന്നു. 2047 ഇന്ത്യയുടെ ഭരണം അവർ പിടിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. അതായത് അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് 2047. ഇങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെയാണ് 2047 ഇന്ത്യ ഭരിക്കുക? ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ ജയിച്ച് ആദ്യം സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കണം. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഭരണമൊക്കെ പിടിച്ച് സ്വാധീനമൊക്കെ ആയി കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണം കൂടി പിടിക്കണം. അല്ലാതെ ഒറ്റയടിക്കൊന്നും രാജ്യത്തിൻ്റെ ഭരണം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം. ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇതിലൊന്നും മത്സരിക്കുന്നേ ഇല്ല. BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ട പാർട്ടികൾക്ക് കൊണ്ട് അവർ വോട്ട് കൊടുക്കുകയാണ്. കണ്ട പാർട്ടി എന്ന് പറയാനായിട്ട് സ്ഥിരമായിട്ട് അവർ UDFനല്ല കൊടുക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന് കൊടുക്കുന്നു. വേറൊരു മണ്ഡലത്തിൽ കോൺഗ്രസ്സാണ് രണ്ടാമത് നിൽക്കുന്നതെങ്കിൽ കോൺഗ്രസിന് കൊണ്ട് കൊടുക്കും. വേറൊരു മണ്ഡലത്തിൽ മൂന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് നിൽക്കുന്നത് CPMO വേറെ ഏതെങ്കിലും പാർട്ടിയോ BJP അല്ലാത്ത വല്ല പാർട്ടിയാണെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കും. അതായത് ഇവർക്ക് സ്ഥിരമായിട്ട് ഒരു നിലപാടില്ല. ഇവരുടെ വോട്ട് കൊണ്ട് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റു പാർട്ടികൾക്ക് കൊടുക്കുക എന്ന ഒരു കർമ്മം മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇവർക്ക് ജയിക്കണ്ടേ? ഇവർക്ക് MLA ആവണ്ടേ? ഇവർക്ക് MP ആവണ്ടേ? ഇതൊന്നും ആവാതെ ഇവരെങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്? ചുരുക്കത്തിൽ മതിയായി എന്ന് തോന്നുന്നു സുഡാപ്പികൾക്ക്. ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. വല്ലവർക്കും വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യുന്ന പണിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റിയ പണി അത് തന്നെയാണ്. നിങ്ങൾ പോയി ലീഗിന് താങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ കോൺഗ്രസിന് താങ്ങിക്കൊടുക്കുക, CPMനും CPIക്കും താങ്ങിക്കൊടുക്കുക. എന്തായാലും BJPയെ താങ്ങാൻ വരണ്ട. നിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കുകയും വേണ്ട അവരത് പരസ്യമായിട്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് പോലും അവർക്ക് ജയിക്കേണ്ട സുഡാപ്പികളെ എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. ബാക്കിയുള്ളവന്മാരെല്ലാം പകൽ പറയുകയും രാത്രി തലയിൽ തുണിയിട്ടുകൊണ്ട് നിൻ്റെയൊക്കെ ഓഫീസിൽ വരികയും ചെയ്യും. അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. എന്തായാലും ഇവിടെയുള്ള യഥാർത്ഥ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ആശ്വസിക്കാം. ഇവന്മാരൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത കാലത്തോളം ഇവരൊന്നും ഒരു കാലത്തും ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല. ഇനി നമ്മളെയൊക്കെ വെട്ടിക്കൊന്നും ബോംബിട്ട് കൊന്നും വെടിവെച്ച് കൊന്നും 2047 അധികാരം പിടിക്കാം എന്നാണ് അവരുടെ മോഹമെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന ആളുകളല്ല കേന്ദ്രം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ആ മോഹവും നാലായിട്ട് മടക്കി അങ്ങ് വെച്ചാൽ മതി. തൽക്കാലം നിങ്ങളുടെ ഒരു അഭ്യാസവും ഇന്ത്യയിൽ നടക്കില്ല എന്നുകൂടി പറയുന്നു.